നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തീരുമാനമായിരുന്നു മുംബൈ ഇന്ത്യൻസ് എടുത്തിരുന്നത്. ടീമിനെ 5 തവണ ചാമ്പ്യന്മാരാക്കിയ നായകൻ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ടീമിലേക്ക് മടങ്ങിയെത്തിയ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കാനായിരുന്നു മുംബൈ തീരുമാനിച്ചത്. ഇടവേളയ്ക്ക് ശേഷം കപ്പിലേക്ക് എത്താനാണ് മുംബൈ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നീക്കം ഫലം കണ്ടില്ല എന്ന് പറയാം. സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന മുംബൈ ഇത്തവണ പ്ലേ ഓഫിൽ കടക്കാനുള്ള സാധ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാരണം ഹർദിക് പാണ്ഡ്യയാണെന്ന ആക്ഷേപം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നായകസ്ഥാനം ലഭിക്കാനായി മുംബൈയിലേക്ക് എത്താൻ ഹർദിക് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വിവാദങ്ങളോട് രോഹിത് ശർമ്മ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ മുംബൈയുടെ നായകസ്ഥാനം നഷ്ടമായതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ. താൻ ക്യാപ്റ്റനായിരുന്നു, എന്നാൽ ഇപ്പോൾ നായകസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു. ഇതെല്ലാം ജീവിതത്തിൻ്റെയും കരിയറിൻ്റെയും ഭാഗമാണ്. എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. നായകനായിരുന്നത് കൊണ്ട് വലിയ അനുഭവങ്ങൾ സമ്പാദിക്കാൻ സാധിച്ചു. താൻ എല്ലാ കാലവും നായകനായിരുന്നില്ല. നിരവധി നായകന്മാർക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട്. നായകസ്ഥാനമൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. താരമെന്ന നിലയിൽ ടീമിന് ആവശ്യമുള്ളത് നൽകാനാണ് ശ്രമിക്കുന്നതെന്നും രോഹിത് ശർമ്മ പറയുകയും ചെയ്തു. മുംബൈയുടെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം സ്പെഷ്യലിസ്റ്റ് ഓപ്പണറായാണ് രോഹിത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുന്നില്ല. നായകസ്ഥാനത്ത്, അതായത് മുംബൈ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയെങ്കിലും ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ്. T20 ലോകകപ്പിൽ രോഹിത്തിന് കീഴിലാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഹർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ. രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ് രോഹിത് പറയുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നതാണ് വസ്തുത. മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ രോഹിത് ശർമ്മ നയിക്കുന്ന ടോപ്പ് ഓർഡർ നിരയെ ഹർദിക് നല്ല രീതിയിൽ വിമർശിച്ചിരുന്നു. ഹർദിക് പാണ്ഡ്യ രോഹിത്തിനെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യിപ്പിച്ചതടക്കം വലിയ രീതിയിൽ ചർച്ചകളായിരുന്നു IPL തുടങ്ങിയ കാലത്തൊക്കെ തന്നെ, ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ. ഇതിനെല്ലാം T20 ലോകകപ്പിലൂടെ രോഹിത് മറുപടി നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹർദിക് ഗുജറാത്തിനായി കളിച്ചപ്പോൾ മുംബൈ സൂപ്പർ താരങ്ങളെ വെച്ച കപ്പടിക്കുന്ന ടീമാണെന്നും അങ്ങനെ ആർക്കും ചെയ്യാൻ സാധിക്കുമെന്നും ഹർദിക് പറഞ്ഞിരുന്നു. ഇത് വലിയ വിവാദമാവുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഹർദിക്കിനെ പോലെ ഇനിയും മികച്ച താരങ്ങളെ വളർത്താൻ മുംബൈക്ക് അറിയാമെന്ന് രോഹിത് പറയുകയും ചെയ്തു. ഇതും വലിയ ചർച്ചകളായി. രോഹിത്തും ഹർദിക്കും തമ്മിൽ മാനസികമായി പഴയ ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഹർദിക്കിനെ നായകനാക്കിയതിൽ മുംബൈയിലെ സഹതാരങ്ങൾക്കും അതുപോലെ തന്നെ സീനിയർ താരങ്ങൾക്കും എല്ലാം തന്നെ എതിർപ്പുണ്ടായിരുന്നു. യുവതാരങ്ങളുമായി ഹർദിക് വാക്കേറ്റം നടത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുകയാണ്. തിലക് വർമ്മയും ഹർദിക്കും തമ്മിൽ വാക്കേറ്റം നടന്നുവെന്ന റിപ്പോർട്ടുകൾ മുംബൈ ടീമിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഹർദിക്കിന് കീഴിൽ മുംബൈക്ക് പഴയ മികവില്ല എന്നത് തന്നെയാണ് വസ്തുത. മാത്രമല്ല, മുംബൈ ഇങ്ങനെ പ്ലേ ഓഫ് കാണാതെ പോകുമ്പോഴും സ്വന്തം നിലയിൽ പോലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഹർദിക്കിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതും പറയേണ്ട ഒരു കാര്യമാണ്. ടീമിൻ്റെ ഒത്തിണക്കം നഷ്ടപ്പെടുകയും ടീം 2 തട്ടിലാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അടുത്ത മെഗാലയനത്തിലൂടെ പല പ്രധാന താരങ്ങളും മുംബൈ വിടാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഹർദിക്കിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് പോകാൻ സീനിയർ താരങ്ങൾക്ക് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഏതായാലും ഇത്തവണ മുംബൈക്ക് പ്ലേ ഓഫിൽ എത്താൻ സാധിക്കാതെ പോയാൽ ഹർദിക്കിനത് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്.